السلام عليكم ورحمة الله وبركاته. الحمد لله الكفى والصلاة والسلام على من اصطفى وعلى آله وصحبه أجمعين الشرفاء أما بعد. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സുഹൃത്തുക്കൾ, കൂട്ടുകാർ, അറിവിൻ തീരൻ എന്ന മഹത്തായ വിജ്ഞാന സദസ്സിലെ 5-ാമത്തെ എപ്പിസോഡായ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എഴുന്നേറ്റ് നിന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുല്ലാഹ് മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മഹാനവകൾ പറയുകയാണ്, ഒരു ഹജ്ജ് വേളയിൽ ഞാൻ മക്ക പട്ടണത്തിലെ പ്രാന്തപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. നട്ടുച്ച നേരത്ത് മക്കയിലെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു മരച്ചുവട്ടിൽ ഒരു സഹോദരി ഇരിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ ആ സഹോദരി എടുത്തു പോയിട്ട് അവരോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആ അവസരത്തിൽ അവർ മടക്കുകയാണ്, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സൂറത്ത് യാസീനിലെ ഒരു ആയത്ത്, കാരുണ്യവാനായ തമ്പുരാന്റെ രക്ഷ അങ്ങക്ക് ഉണ്ടാവട്ടെ. ആ അവസരത്തിൽ അവർ സലാം മടക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്? അവർ പറയാണ്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. ചുറ്റുപാടുകൾ അനുഗ്രഹങ്ങൾ കൊണ്ട് വർഷിപ്പിക്കപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തേക്ക് തന്റെ അടിമയെ നിശാപ്രയാണം നടത്തിയ നാഥനത്ര പരിശുദ്ധൻ എന്ന സൂറത്ത് ഇസ്രായിലെ ഒരു ആയത്ത് ആ സഹോദരി ഓതുകയാണ്. എനിക്ക് മനസ്സിലായി, സഹോദരിക്ക് പോകേണ്ടത് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്കാണ്, അഥവാ ഫലസ്തീനിലേക്കാണ് പോകേണ്ടത്. എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും ചോദിച്ചു അവരോട്, നിങ്ങൾ എത്ര ദിവസമായി ഇവിടെ അലഞ്ഞു തിരിയാൻ തുടങ്ങിയിട്ട്? അവർ പറയുകയാണ്, 3 ദിവസമായി ഞാൻ ഇവിടെ എത്തിപ്പെട്ടിട്ട്. വീണ്ടും ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ എത്തിപ്പെടാനുള്ള കാരണം എന്താണ്? അതിന് വന്നുപോയി ഖുർആനിലെ മറ്റൊരു ആയത്ത്, ഫമൻ യുളില്ലാഹു ഫലൈസ ലഹു മിൻ ഹാദി. ഒരു മനുഷ്യനെ അല്ലാഹു തആല വഴിപിഴപ്പിയാക്കിയാൽ, വഴിതെറ്റിച്ചു കളഞ്ഞാൽ അവനെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവനാരുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, സഹോദരി വഴിതെറ്റിക്കൊണ്ട് എത്തിപ്പെട്ടതാണ്. വീണ്ടും ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നത് എവിടെ നിന്നാണ്? നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം എവിടെ നിന്നാണ്? വന്നു മറുപടി, ഹുവല്ലദീ യുത്ഇമുനി ഫയസ്ഖീൻ ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എനിക്ക് ഭക്ഷണം തരുന്നത് അല്ലാഹയാണ്, എനിക്ക് വെള്ളം തരുന്നത് അല്ലാഹയാണ്. ഞാൻ വീണ്ടും അവരോട് ചോദിച്ചു, എൻ്റെ അടുത്ത് അല്പം ഭക്ഷണമുണ്ട്, നിങ്ങൾക്ക് ഞാനത് കൊണ്ടുവന്നു തരട്ടെയോ? വന്നുപോയി മറുപടി, സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്ത്, നിങ്ങൾ വൈകുന്നേരം വരെ നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളുക. അവരോട് ഞാൻ ചോദിച്ചു, റമളാൻ മാസമൊന്നുമല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ഈ സന്ദർഭത്തിൽ നോമ്പെടുക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ, സൂറത്തുൽ ബഖറയിലെ മറ്റൊരു ആയത്ത്, അഥവാ ഒരു മനുഷ്യൻ സുന്നത്തായി കൊണ്ടുവന്ന നോമ്പ് അനുഷ്ഠിച്ചാൽ അല്ലാഹു തആല അതിന് പ്രതിഫലം നൽകുന്നു, അവൻ അത് അറിയുന്നു. വീണ്ടും ഞാൻ ചോദിച്ചു, പറമ്പ് നോമ്പിന് പോടി യാത്രക്കാർക്ക് യാത്രയിൽ ഇളവുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നത്? വന്നുപോയി മറ്റൊരു ആയത്ത്, വൻതസൂമു ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് നോമ്പ് നോൽക്കലാണ് നല്ലത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, സഹോദരിക്ക് നോമ്പാണ്. വീണ്ടും ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക്
അംഗസ്നാനം വരുത്താനുള്ള വെള്ളം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഒന്ന് സൂറത്ത് നിസായിലെ മറ്റൊരു ആയത്ത്, ഫൈലം തജിദൂ മാഅൻ ഫതഅമ്മമൂ സ്വഈദൻ ത്വയ്യിബാ. നിങ്ങൾക്ക് അംഗസ്നാനം ലഭിക്കാൻ നല്ല വെള്ളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ശുദ്ധമായ മണ്ണിനെ കരുതിക്കൊള്ളുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഈ സഹോദരിക്ക് വുളൂ ചെയ്യാൻ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ നിസ്കരിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് മണ്ണ് കൊണ്ട് താങ്ങും ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി. വീണ്ടും ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരടുത്തേക്ക് ഞാൻ എത്തിച്ചു തരാം. അതിന് മറുപടി സൂറത്തു സൽസലയിലെ മറ്റൊരു ആയത്തായിരുന്നു, ഒരു മനുഷ്യൻ ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവന് ലഭിക്കുന്നു എന്നുള്ള മറ്റൊരു ആയത്ത് ആ സഹോദരി പറയുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വാഹനത്തെ അവർക്ക് കയറാൻ വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അവർ ആ വാഹനത്തിലേക്ക് കയറുന്ന അവസരത്തിൽ അവർ കാല് പൊന്തിച്ച അവസരത്തിൽ അതാ അവർ പറയുകയാണ്, സൂറത്തു നൂറിലെ മറ്റൊരു ആയത്ത്, ഖുലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. സത്യവിശ്വാസികളായ ആണുങ്ങൾ അന്യ സ്ത്രീകളെ തൊട്ട് കണ്ണുകൾ ചെമ്മിക്കൊള്ളട്ടെ. ആ സമയം എന്താണ്? അവര് വാഹനത്തിൽ കയറാൻ നോക്കുന്ന അവസരത്തിൽ കാലുയർത്തുമ്പോൾ കണങ്കാനുള്ള വസ്ത്രം ഒരുപക്ഷെ നീങ്ങിയേക്കാം. അത് പ്രയാസം ഉണ്ടാക്കുമെന്ന് കണ്ട് എന്നോട് പറഞ്ഞതാണ്. ഞാൻ എൻ്റെ ദൃഷ്ടിയെ മറ്റൊരു ഭാഗത്തേക്ക് പായിച്ചു. ഇവർക്ക് ആ വാഹനത്തിൽ കയറാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. ആ വാഹനത്തിൽ കയറിയിരുന്നു. ഉടൻ തന്നെ ചൊല്ലുന്നു, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. നമ്മളൊക്കെ നിരന്തരം വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിലെ ഒരു ദിക്റാണ്. നാം വാഹനത്തിൽ സഞ്ചരിക്കുന്ന അവസരത്തിൽ ആ ദിക്ർ നിർബന്ധമായിട്ടും ചൊല്ലാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ വാഹനം ഇവിടെ തയ്യാർ ചെയ്ത സഹോദരി അവിടെ കയറിയിരുന്നു. ഞങ്ങളെ യാത്ര ആരംഭിക്കുകയാണ്. കുറെ അങ്ങോട്ടെത്തിയ അവസരത്തിൽ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് ആരാണ്? യാ അയ്യുഹന്നാസ് ലാ തസ്അലു അൻ അശ്യാൻ തുബ്ദ ലക്കും തസൂക്കും. സത്യവിശ്വാസികളെ, ചില കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല. കാരണം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രയാസമുണ്ടാക്കിയേക്കാം. അപ്പോൾ ഞാൻ പിന്നീട് അതിനെപ്പറ്റിയൊന്നും ചോദിച്ചില്ല. വീണ്ടും ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളാണ്? ഇബ്രാഹിമ ഖലീല വകല്ലമല്ലാഹു മൂസാ തക്ലീമാ യാ യഹ്യാ ഖുദിൽ കിതാബ്. 3 ആയത്തുകളാണ് അവരോദിയത്. അഥവാ എനിക്ക് മനസ്സിലായ സഹോദരിക്ക് 3 ആൺകുട്ടികളുണ്ട്. ഒരു കുട്ടിയുടെ പേര് ഇബ്രാഹിം എന്നാണ്, മറ്റൊരു കുട്ടിയുടെ പേര് യഹ്യ എന്നാണ്, വേറൊരു കുട്ടിയുടെ പേര് മൂസ എന്നാണെന്ന് എനിക്ക് മനസ്സിലായി. വീണ്ടും ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരിയാണ്, ഏത് ഗോത്രക്കാരിയാണ്? അതിന് സൂറത്തുൽ ഹുജറാത്തിലെ മറ്റൊരു ആയത്തായിരുന്നു മറുപടി, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില തആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഓ മനുഷ്യ സമൂഹമേ, ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം പടച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വഖബായില തആറഫു. നിങ്ങളെ പല ഗോത്രക്കാരും വേഷക്കാരും ഭാഷക്കാരും ദേശക്കാരുമായി അല്ലാഹു തആല മാറ്റിയിരിക്കുന്നത് തആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ മഹത്വമുള്ളത് ധർമ്മനിഷ്ഠ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമാണെന്നുള്ള ഒരു ആയത്ത് സഹോദരി ഓതുകയുണ്ടായി. നിങ്ങളിങ്ങനെ വീണ്ടും യാത്ര ചെയ്യുകയാണ്. പല ചോദ്യങ്ങളും ഞാൻ ചോദിച്ചു. പക്ഷേ എന്ത് ചോദിച്ചാലും വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മാത്രമാണ് ഈ സഹോദരി ഈ സമയത്ത് ഓതുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വീണ്ടും ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഖുർആൻ മാത്രം എടുത്ത് സംസാരിക്കുന്നത്? അതിന് മറുപടി, നാം ഏതൊരു കാര്യം സംസാരിക്കുമ്പോഴും ഏതൊരു വാക്ക് സംസാരിക്കുമ്പോഴും അത് രേഖപ്പെടുത്തി വെക്കാൻ 2 മനക്കുകളുണ്ടെന്നുള്ള ചിന്ത ഈ സഹോദരിയുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയപ്പോൾ അവർ മറ്റുള്ള സംസാരങ്ങൾ അങ്ങ് ഉപേക്ഷിച്ചു കളഞ്ഞു. പിന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മാത്രമായിട്ട് സംസാരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, വളരെയധികം ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇത്രയും ശക്തമായിട്ട് വിശുദ്ധ ഖുർആനിലെ ആയത്ത്
6666 ആയത്തിൽ നിന്നും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ 6666 ആയത്തിൽ നിന്നും ചികഞ്ഞെടുത്ത് മറുപടി പറയാനുള്ള കഴിവ് താങ്കൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാണ് ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അവന്റെ ഔദാര്യം അവന് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഏതായാലും ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ എൻ്റെ വാഹനത്തിന്റെ സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചു കുലുക്കി ഞാൻ ശബ്ദമുണ്ടാകുന്ന അവസരത്തിൽ അവർ പറയാണ് സൂറത്തുൽ ലുഖ്മാനിലെ ഒരു ആയത്ത്, താങ്കൾ സഞ്ചരിക്കുമ്പോൾ മിതത്വം പാലിക്കുക. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ നിരന്തരം വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്. പലതരത്തിൽ അപകടങ്ങളും നമ്മൾക്ക് വന്ന് ഭവിച്ചേക്കാം. റോട്ടിലൂടെ ചീരിപ്പാൻ അവസാനം തല തല്ലി തകർന്ന് തരിപ്പണമായിക്കൊണ്ട് റോഡിൽ ചിടഞ്ഞു വീഴുന്ന ആയിരക്കണക്കിന് ആളുകളെ നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ലേ? പല കാരണങ്ങൾ അതിനുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ പറയാണ് സഞ്ചരിക്കുമ്പോൾ മിതത്വം പാലിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശബ്ദം താഴ്ത്തി സംസാരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ സ്പീഡ് അങ്ങോട്ട് കുറച്ചു, വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കുകയുണ്ടായി. ബോറടി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അറബി പദ്യശകലങ്ങൾ പാടാൻ തുടങ്ങി. നമ്മളൊക്കെ പലരും പല പാട്ടുകളും പാടുന്നവരാണല്ലേ. ചില ആളുകൾ യാത്ര ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ള ജോലികൾ ചെയ്യുന്ന അവസരത്തിലൊക്കെ മാപ്പിളപ്പാട്ടുകൾ പാടുന്നവരുണ്ട്. ചില ആളുകൾ മധുരഗാനങ്ങൾ പാടുന്നവരുണ്ട്. അഥവാ ഓരോരുത്തരുടെ ശീലം അനുസരിച്ച് കൊണ്ടിരിക്കും. ഏതായാലും ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഞാൻ അറബി പദ്യശകലങ്ങൾ പാടിയ അവസരത്തിൽ ആ സഹോദരി ചോദിക്കുകയാണ്, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എന്തുകൊണ്ട് താങ്കൾ ഓതുന്നില്ല എന്ന് ആ സഹോദരി പറയുകയാണ്. അപ്പോൾ ഞാൻ മറ്റുള്ള സംസാരങ്ങളൊക്കെ ഉപേക്ഷിച്ചു. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ ഓതാൻ തുടങ്ങി. കുറെ നേരത്തെ സഞ്ചാരത്തിന് ശേഷം ഞങ്ങൾ ഒരു കൂട്ടം ആളുകളെ കാണുകയാണ്. ഞങ്ങൾ അവരോട് വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു സഹോദരി മിസ്സായി പോയിട്ടുണ്ടോ? അവർ പറയാണ്, അതേ, ഞങ്ങളുടെ ഉമ്മ കുറെ ദിവസമായി നിങ്ങളിൽ നിന്നും മിസ്സായി പോയിട്ട്. ആ ഉമ്മയെ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് വളരെ സന്തോഷമാവുകയാണ്. ഉമ്മ ഒരു മോനെ വിളിച്ചു പറയാണ്, ഒരു ആയത്ത്, ഈ നാണയത്തൊട്ടുകളുമായി കൊണ്ട് മോനെ നീ അങ്ങാടിയിലേക്ക് പോകുക, നല്ല ഭക്ഷണ സാധനങ്ങൾ ഈ ഇദ്ദേഹത്തിന് കൊണ്ടുവന്നു കൊടുക്കുക. വളരെ ദൂരെ നിന്നും ദുർഘടങ്ങളായ പ്രയാസം നിറഞ്ഞ ഭൂമിയിൽ നിന്നും എന്നെ ഈ നാട്ടിലേക്ക് നിങ്ങൾ അടുത്തേക്ക് എത്തിച്ച ഈ വ്യക്തിക്ക് നല്ല സൽക്കാരം നിങ്ങൾ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഒരു മകനെ പറഞ്ഞേക്കുകയാണ്. മകൻ പെട്ടെന്ന് തന്നെ ഭക്ഷണ സാധനങ്ങളുമായി കൊണ്ടുവന്നു എന്റെ മുമ്പിൽ നിരത്തി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടമുള്ളത്ര തിന്നുകൊള്ളുക, ഇഷ്ടമുള്ളത്ര കുടിച്ചുകൊള്ളുക എന്നോട് പറയുകയാണ്. ഞാൻ ചോദിച്ചു ഈ ഉമ്മയെ പറ്റിയിട്ട്, സഹോദരിയെ പറ്റിയിട്ട്. മക്കൾ പറയുകയാണ്, 40 വർഷമായി ഞങ്ങളുടെ ഉമ്മ ഖുർആനല്ലാതെ മറ്റൊന്നും ഓതുന്നില്ല. എന്ത് ചോദിച്ചാലും വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മാത്രം എടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു സഹോദരിയാണ്. കാരണം എന്താ? നാം ഏതൊരു കാര്യം വർത്തമാനം, ഏതൊരു കാര്യം സംസാരിക്കുമ്പോഴും അത് അല്ലാഹു തആലയുടെ 2 മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുമെന്നുള്ള ചിന്ത ഈ സഹോദരിയുടെ ഹൃദയത്തിലേക്ക് കടന്നപ്പോൾ മറ്റുള്ള സംസാരങ്ങളൊക്കെ ഉപേക്ഷിച്ചു. സുഹൃത്തുക്കളെ, കൊണ്ട് നാം നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.